ശ്രീധർ തേറമ്പിലേക്ക് പോവുകയാണ്. നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ ഒരാളൊഴികെ മറ്റ് രണ്ടുപേരും സൂചിപ്പിച്ചത് ഇതിൻ്റെ സുതാര്യതയായിരുന്നു. നമുക്ക് സുതാര്യത മാറ്റിവെക്കാം, കണക്കുകൾ മാറ്റിവെക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്, എത്ര കോടിയാണ് ഒരു വർഷം വികസന പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെക്കുന്നത്, എത്ര ചിലവഴിക്കുന്നു എന്നുള്ളത്. 70,000 കോടിയുടെ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ പ്രാവർത്തികമാക്കാനായി സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരുന്നത്. പക്ഷേ കുറച്ച് സ്കൂൾ കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്നു അല്ലെങ്കിൽ പാലങ്ങൾ നിർമ്മിക്കുന്നു എന്നതിൽ ഒതുങ്ങുന്നു എന്നുള്ള വിമർശനം എപ്പോഴും ഏറ്റുവാങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് തീരുമാനിക്കുന്നത് ഏകപക്ഷീയമായ ഒരു കമ്മിറ്റിയാണ് എന്നുള്ളതാണ് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുന്നത്. ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇത്തരത്തിൽ മറ്റുള്ളവരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഏതു രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു നയം അല്ലെങ്കിൽ യുക്തി എത്രത്തോളം പ്രാവർത്തികമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്? ശ്രീധർ തേറമ്പിൽ. ആദ്യമായിട്ട് എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ച ജനം ടിവിക്കും ആങ്കർ റോഹിണി മഹേഷിനും കൂടെ ഈ പാനലിൽ പങ്കെടുക്കുന്ന അജികുമാർ, അനിൽ, ബിനു എന്നിവർക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്കളുടെ ചോദ്യം വളരെ ക്ലിയർ ആണ്. 1999 ഈ കിഫ്ബി എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ, അതിന്റെ ഫുൾ ഫോം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കിഫ്ബി എന്ന് പറഞ്ഞ സംവിധാനം രൂപീകരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി, സാധാരണക്കാർക്ക് എന്തെന്നാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി കൊടുക്കുന്നതാണ് ഗവൺമെന്റുകളുടെ ബേസിക് ചുമതല. അതിനുവേണ്ടി ഫണ്ട് രൂപീകരിക്കുക, വെളിയിൽ നിന്നും ഫണ്ടുകൾ കൊണ്ടുവരിക, അതിനൊരു ബോർഡ് ഉണ്ടാക്കുക, അതൊക്കെ നല്ലത് തന്നെയാണ്. ഇവിടെ എൻ്റെ കൂടെ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ മാറി മാറി വരുന്ന സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ബ്ലെയിം ചെയ്തു പോകുന്ന ഒരു സംവിധാനം നിർത്തലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതാവാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം രാഷ്ട്രീയ പാർട്ടികളെയോ മുഖ്യമന്ത്രിമാരെയോ മിനിസ്റ്റർമാരെയോ ആരെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയോ ഒന്നും വഴിചാരിയിട്ടൊന്നും കാര്യമില്ല. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇസ് എലക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് എ കൺട്രി. അപ്പം കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾ അവർക്ക് അവരുടേതായ ഓരോ വകുപ്പുകളുണ്ട്. വകുപ്പുകൾക്ക് ഓരോ മിനിസ്റ്റർമാരുമുണ്ട്. മിനിസ്റ്റർമാരുടെ അണ്ടറിൽ തൊഴിലാളികളുമുണ്ട്, എംപ്ലോയീസുമുണ്ട്. അതിൻ്റെ കൂടെ വലിയ വലിയ IAS ഓഫീസർമാരുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാർക്ക് വേണ്ട ഇപ്പൊ പറഞ്ഞ പോലെ ഒരു റോഡ് വികസനം, അല്ലെങ്കിൽ പാല വികസനം, സ്കൂൾ വികസനം, പബ്ലിക് ടോയ്ലറ്റ്സ്, നമുക്ക് വേണ്ടതെന്നാണ്. ഇതാണ് ബേസിക് അമ്യൂണിറ്റീസ്. അപ്പം ഇതെല്ലാം ചെയ്യുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം ബ്ലെയിം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലാതെ ആർക്കും ഒരു എന്താ പറയാ ഒരു എല്ലാവർക്കും ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്കാണ് ഈ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് പറയാനും കേൾക്കാനൊക്കെ നല്ലതാണ്. അവരെ ബ്ലെയിം ചെയ്യാം, കോടതിയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ എല്ലാം പറയാനൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ വകുപ്പ് തല മന്ത്രിമാരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അറൌണ്ട് 990 പ്രോജക്ട്സ് ആണ് കിഫ്ബിയുടെ സംവിധാനത്തിൽ ഇന്നേ വരെ അപ്രൂവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അറൌണ്ട് 70,000 crores of rupees of public money has been invested in this much of 990 projects. ഈ 990 പ്രോജക്ട്സിന്റെയും നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, വേർ ഡസ് ദിസ് പ്രോജക്ട് സ്റ്റാൻഡ്? ഈ പ്രോജക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ ഇതുവരെയുള്ള ഇതിന്റെ പുരോഗമനം എവിടെ വരെ എത്തി? ഇതിന്റെ ഉദ്യോഗസ്ഥർ എന്തു ചെയ്യുന്നു? ഇത് കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ല, ബ്ലെയിം ചെയ്യാൻ എല്ലാവരും ഈസിയാണ്. എല്ലാവരും അങ്ങോട്ട് ബ്ലെയിം ചെയ്യുക, ഇങ്ങോട്ട് ബ്ലെയിം ചെയ്യുക, എല്ലാവരും അതൊക്കെ ഈസിയാണ്. പക്ഷേ ഈ എലക്ട് ചെയ്തിരിക്കുന്ന ഗവൺമെന്റും ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന MLA മാരും MP മാരും
ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാര് തൊട്ട് താഴേക്കിടയിലുള്ള എല്ലാ ആൾക്കാരും അവരവരുടെ ജോലി അവരവരുടെ സ്റ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കിഫ്ബി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് യാതൊരു കംപ്ലൈന്റും വരത്തില്ല. അതിന്റെ പ്രോജക്ട്സ് ടൈംലി ചെയ്ത് പബ്ലിക്കിന് യൂസ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനിപ്പം പറഞ്ഞ നമ്മുടെ അനിൽകുമാർ പറഞ്ഞു, എല്ലാ ബിനു ഗന്ധാന അജയലം പറഞ്ഞല്ലേ, ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പം ഇപ്പോഴത്തെ സർക്കാർ മാത്രമല്ല, പല സർക്കാരുകളും മാറി വന്നു, അതിന്റെ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് എല്ലായിടത്തും പോയി ഇത് നോക്കാനുള്ള അവസരവും അതിനുള്ള സമയമൊന്നും കാണത്തില്ല. ബിക്കോസ് ഹീ ഈസ് ഡെപ്യൂട്ടിങ് പീപ്പിൾ ടു ലുക്ക് ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അതിന് ഉദ്യോഗസ്ഥരെ യു ഹാവ് ടു കീപ് ദ എന്താ പറയാ എംപ്ലോയീസ് റെസ്പോൺസിബിൾ. ഇതിന് പകരം എന്താ ചെയ്യുന്നത്? എല്ലാവരെയും അഴിച്ചു വിട്ടുകൊണ്ട് ഫണ്ട്സ് അലൊക്കേറ്റ് ചെയ്തുകൊണ്ട് കോൺട്രാക്ടർമാരെ നിയമിച്ചുകൊണ്ട് പ്രോജക്ട്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഈ പ്രോജക്ട്സ് വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഇംപ്ലിമെന്റഡ് എന്നാണ്. അതല്ല, അതിന് പകരം ഓരോ പ്രോജക്ടിന്റെയും ഇപ്പൊ പല സംസ്ഥാനങ്ങളും നടക്കുമല്ലേ, മിനിസ്റ്റർമാരെ ഇറങ്ങി അല്ലെങ്കിൽ MLA അവനവന്റെ എന്താ പറയാ ഡിസ്ട്രിക്റ്റിൽ ഇറങ്ങി പണിയട്ടെ. അവർക്ക് അറിയണം അവരുടെ ഡിസ്ട്രിക്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, കിഫ്ബിയുടെ എത്ര ഫണ്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ചെലവാക്കണം. മിനിസ്റ്റേഴ്സ് ആൻഡ് the MPs and the chief minister are for the people. They have to work for the people. അതിന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പബ്ലിക് എക്സ്പെക്ടേഷൻ ഈസ് വാട്ട് പബ്ലിക് വാണ്ട്സ് അവർ elected representatives to be on the floor, on the ground. അവർ നേരിട്ട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നുണ്ടോ, നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് കോൺട്രാക്ടർമാർ യൂസ് ചെയ്യുന്നുണ്ടോ, അവിടെ ടൈം ഫ്രെയിം ആയിട്ടാണോ ഈ പ്രോജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്, മന്ത്ലിയും ഓരോ വീക്ക്ലിയും അതിന്റെ റിപ്പോർട്ട്സ് വാങ്ങിച്ച് അതിനെ സുതാര്യമായിട്ടാണോ നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിഫ്ബി പോലുള്ള പ്രസ്ഥാനങ്ങൾ നല്ലത് തന്നെയാണ്. അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും നോക്കി കാണുന്നത് നിങ്ങളുടെ ഈ ഒരു ടൈറ്റിൽ പറഞ്ഞ വെള്ളാനകൾ, അതാണ് നോക്കാൻ കിഫ്ബി ഉണ്ട്, ഓക്കെ, എല്ലാം ഗുഡ്. ബട്ട് വാട്ട് ഈസ് ദ കിഫ്ബി ഡൂയിങ്? കിഫ്ബി ഹാസ് ടു ബി മോർ വൈബ്രന്റ്. അതിന്റെ തലപ്പത്തിരിക്കുന്നവരും വിചാരിക്കണം നമ്മൾ പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് റോഡ് വികസനം, പബ്ലിക് ടോയ്ലറ്റ് വികസനം, എന്താ പറയാ നമ്മുടെ KSRTC ബസ്, അതുപോലുള്ള പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം പബ്ലിക്കിന് വേണ്ടി ഉണ്ടെങ്കിലും സാധാരണക്കാരന് ഇതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് പോകുന്നതല്ലാതെ സാധാരണക്കാരന് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? പിന്നെ വേറൊരു കാര്യം, ദിസ് ഇസ് ഓൾ ടാക്സ് പേയേഴ്സ് മണി. വി ആർ ഓൾ അക്കൗണ്ടബിൾ, പൊളിറ്റീഷ്യൻസ് ആർ ഓൾ അക്കൗണ്ടബിൾ. അതിനാണ് പറയുന്നത് ഒരു ഓഡിറ്റ്. ഇപ്പൊ CAG ഓഡിറ്റ് എന്ന് പറഞ്ഞു, ഓഡിറ്റ് നടക്കട്ടെ. ഇതിന് സുതാര്യത ഉണ്ടെങ്കിൽ എന്തിനാ ഓഡിറ്റിനെ നമ്മൾ എല്ലാവരും ഭയക്കുന്നത്? അതിനാണ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അതോറിറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിയും എല്ലാ പൊളിറ്റീഷ്യൻസിനും എംപ്ലോയീസിനും. ഇഫ് ഡസന്റ് ഹാപ്പൻ ഇറ്റ് വിൽ ലീഡ് ടു കറപ്ഷൻ. ഇതാണ് ഇപ്പോഴത്തെ ഒരു നോർമൽ പബ്ലിക് ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ഫണ്ട് വരുന്നുണ്ട്, കുറെ പ്രോജക്ട്സ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ 1999 നടന്നതും ഇപ്പോഴും ഇപ്പൊ നമ്മൾ 2021 എത്തി നിൽക്കുകയാണ്. ഈ അന്നത്തെ റോഡിന്റെ അവസ്ഥ ഇന്നത്തെ റോഡിന്റെ അവസ്ഥ എല്ലാം ഒന്നാണ്. ഇപ്പൊ കോടതി പറഞ്ഞു എഞ്ചിനീയർമാർക്ക് റോഡ് പണിയാൻ അറിയില്ലെങ്കിൽ മാറ്റി നിർത്തുക. ഇത്രയും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത്രയും നല്ല ലോഡുകൾ വരുന്നു, വെള്ളം മഴ പെയ്യുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒരു മഴ പോയി കഴിഞ്ഞാൽ അടുത്ത മഴയ്ക്ക് റോഡ് കാണത്തില്ല. അപ്പം ഇതിന്റെയൊക്കെ ഫണ്ട്സ് ഹാസ് ടു ബി യൂട്ടിലൈസ്ഡ് in a proper way. Accountability has to be there, and moreover people responsible has to be kept under surveillance. ഇതാണ് ഏറ്റവും മുഖ്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട ഏറ്റവും മുഖ്യമായ ഒരു കാര്യം. അതെ അതെ, തീർച്ചയായും. ശ്രീ അനിൽകുമാർ, നേരത്തെ പറഞ്ഞതുപോലെ അജുകുമാറിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, നേരത്തെ പറഞ്ഞതുപോലെ വൻകിട പദ്ധതികൾക്ക് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിൽ മസാല ബോണ്ട് അടക്കമുള്ളത് ആകർഷിക്കാനായി വലിയ രീതിയിൽ കിഫ്ബിയിലേക്ക് വിദേശ നിക്ഷേപമടക്കം താല്പര്യപ്പെട്ടതും. അതുമാത്രമല്ല, ആ വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തന്നെയാണ് പലപ്പോഴും സർക്കാർ ഇത്തരത്തിൽ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളത്. നമുക്ക് CAG ചൂണ്ടിക്കാണിച്ച ചില കണക്കുകൾ താങ്കളുടെ കയ്യിലും കാണും. 2020 വരെയുള്ള കണക്ക് മാത്രം നോക്കുമ്പോഴാണ് പെട്രോളും മോട്ടോർ വെഹിക്കിൾ ടാക്സും അഡീഷണൽ ഫണ്ടും ഒക്കെ തന്നെ എല്ലാം
കൂടി ചേർത്ത് 8,154.4 കോടി രൂപയാണ് കിഫ്ബിക്ക് സർക്കാർ കൊടുത്തത്. പക്ഷേ ഇവിടെ കിഫ്ബിയുടെ ചിലവാക്കൽ എന്ന് പറയുന്നത് 5,014 കോടി രൂപയിൽ ഒതുങ്ങുകയാണ്. അതായത് ഇനി 3,133 കോടി രൂപ ഇപ്പോഴും ചിലവഴിക്കാതെ തന്നെ കിടക്കുന്നു. അതോടൊപ്പം 5,036 കോടി രൂപയുടെ മസാല ബോണ്ട് കൂടി എടുത്ത് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം തുകയിൽ ഇതുവരെ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് അവസാനമായും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വൻകിട പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 70,000 കോടി രൂപയുടെ വികസന പദ്ധതികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 2016 മുതൽ 21 വരെയുള്ള കണക്കുകൾ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ 900 കോടി രൂപയുടെ വികസന പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇനി ബാക്കി 70,000 കോടി രൂപയിൽ 900 കോടി പോയാൽ ഇനിയുള്ള അടുത്ത 77 വർഷങ്ങൾ കൂടി വേണ്ടി വരുമോ കേരളത്തിന്റെ അടിസ്ഥാന വികസന സൗകര്യത്തിന് വേണ്ടി ഇത്രയധികം മുടക്കാൻ? ഇവിടെ നമ്മുടെ ശ്രീധരൻ കാര്യങ്ങൾ കുറേയേറെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ അവതാരിക നമ്മുടെ രോഹിണി ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഈ സുതാര്യത, അതായത് ജനങ്ങളുടെ പണമാണ്, അതിന് അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ടും അതാത് ഏത് മണ്ഡലങ്ങളിലാണോ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആ മണ്ഡലങ്ങളിലുള്ള MLA അടക്കം അത് പാസ്സാക്കി എടുത്തുകൊണ്ടാണ് അവരുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. വളരെ കൃത്യമായിട്ടും പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കൊക്കെ അറിയാം, പഴയ കാലങ്ങളിൽ ഈ കിഫ്ബിയുടെ ഒരു കടന്നുവരവിന് മുന്നേ വളരെ കൃത്യമായിട്ടും പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സ്തൂപങ്ങളും ഫലകങ്ങളും മാത്രമായിട്ട് കാണാം, ഒരു സ്മാരകങ്ങളായിട്ട് കാണാം. അതായത് പ്രൊജക്റ്റ് തുടങ്ങി വെക്കുക എന്നല്ലാതെ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പഴയ കാലങ്ങൾ മാറി. ഇപ്പോൾ കിഫ്ബിയുടെ കടന്നുവരവോടെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ അവതാരിക ചോദിച്ചതുപോലെ ഇപ്പോൾ ഫണ്ട് ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതിനനുസരിച്ചാണ് ഫണ്ട് മാറ്റം ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത്രയേറെ പദ്ധതികൾ, ഇപ്പോൾ 990 പദ്ധതികളോളം പ്രൊജക്റ്റോളം നമ്മൾ ഈ കിഫ്ബി വഴി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും ഓരോ ജോലികൾ തീരുന്നതിനനുസരിച്ചാണ് അവർ ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം ഫണ്ട് കൊടുക്കാനുള്ള ഒരു കാലതാമസം മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കണക്ക് വെച്ച് കിഫ്ബിയെ വിലയിരുത്തുന്നത്. കൃത്യമായിട്ടും ഇപ്പോൾ 70,000 കോടിയോളമുള്ള ഒരു അതായത് പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ അറിയാം, വെറും കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. വെറും കെട്ടിടങ്ങൾ മാത്രമാണോ ഇന്ന് റോഡ് സൗകര്യങ്ങൾ നമ്മുടെ പഴയ കാലത്തുള്ള റോഡുകളാണോ? ഇപ്പോൾ നമുക്കറിയാം, അതായത് വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോഡുകളുടെ ശോചനീയ അവസ്ഥയല്ലാതെ ഈ പഴയ കാലത്ത് റോഡുകളിൽ നിന്നൊക്കെ മാറി ഇന്ന് ഈ വളരെ നല്ല രീതിയിലുള്ള റോഡുകളും പാലങ്ങളും മറ്റു സൗകര്യങ്ങളോടുകൂടെ വന്നു. പഴയ കാലത്താണെങ്കിൽ ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങൾ എടുത്താലും ആ പദ്ധതി പൂർത്തിയാക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഓരോ പദ്ധതികളും പൂർത്തീകരിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് കിഫ്ബിയിലുള്ള ഫണ്ട് അലോട്ട്മെന്റും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കുറ്റം കിഫ്ബിനെ കുറിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ അവസ്ഥ വളരെ കൃത്യമായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കിഫ്ബിയുടെ മറ്റു കാര്യങ്ങൾ കൂടെ, അതായത് കിഫ്ബി ഈ പദ്ധതിയിലേക്ക് വരാനുണ്ടായ കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. എന്താണ് കിഫ്ബി വഴി അതായത് ഔട്ട്സോഴ്സ് നമ്മൾക്ക് വേണ്ടി വന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. GST വന്നതിന് ശേഷം നമ്മുടെ വരുമാന സ്രോതസ് മൊത്തം, അതായത് പകുതിയിലേറെ വരുമാന സ്രോതസ് അത് കേന്ദ്രത്തിന്റെ കൊണ്ടുപോയി. അപ്പൊ കേരളത്തിന് വരുമാനം വളരെ കുറച്ച്, ഇപ്പം മദ്യവും ലോട്ടറിയും മറ്റ് ഇന്ധന നികുതിയെല്ലാം ആയിട്ട് മാത്രം വളരെ ചുരുക്കം ഈ റവന്യൂ വരുമാനം മാത്രം നമ്മൾക്ക് കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ GST തന്നെ കൊടുക്കാനുള്ള കേന്ദ്രം കൊടുക്കാനുള്ള സംഖ്യ കൂടെ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയിലാണ്
പിന്നെ ഉള്ളത് ഈ റവന്യൂ, നമ്മുടെ റവന്യൂ വരുമാനം വളരെ തുച്ഛമായി റവന്യൂ വരുമാനം വരികയും റവന്യൂ ചെലവുകൾ ആനുപാതികമായിട്ട് കൂടുകയൊക്കെ ചെയ്തു. ഇതിന്റെ 2 മാർഗങ്ങളാണുള്ളത്. അതായത് റവന്യൂ വരുമാനം റവന്യൂ ചെലവും ആനുപാതികമായിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്താൻ പറ്റാതെ വരികയും അപ്പോൾ നമ്മൾക്ക് മറ്റു വരുമാന മാർഗങ്ങൾ തേടി മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വാർഷിക വരുമാനത്തിന് 3% മാത്രമാണ് നമുക്ക് കടമെടുക്കാനുള്ള അനുമതിയുള്ളത്. ആ 3% കടമെടുത്തുകൊണ്ടും നമ്മൾക്ക് വികസന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നടന്നു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഒരു ഔട്ട്സോഴ്സ് എന്ന നിലയിൽ കിഫ്ബിയെ ആ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കിഫ്ബിയുടെ പ്രവർത്തനം വന്നതിന് ശേഷം കേരളത്തിന്റെ എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ എല്ലാ മേഖലയിലും കിഫ്ബിയുടെ കടന്നുവരവോടുകൂടെ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വളരെ കൃത്യമായിട്ടും ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ട് ജനങ്ങൾക്ക് അത് എത്തപ്പെടുന്ന വിധത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. നമ്മൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ പാനലിസ്റ്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ പല കാര്യങ്ങളും ആരോപണങ്ങളായിട്ട് ഉന്നയിക്കാം. പക്ഷേ അത് ജനങ്ങളുടെ മുന്നിലേക്ക് അത്തരം ആരോപണങ്ങൾ ചെന്നെത്തുന്നില്ല. അവർക്ക് കൃത്യമായിട്ടും അവരുടെ മണ്ഡലത്തിൽ അവർ തൊട്ട് അറിഞ്ഞ് ഈ വികസനം കാണുകയാണ്, അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമതും ഈ ഒരു സർക്കാർ തന്നെ അധികാരത്തിലെത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടും അതിന്റെ പിന്നിൽ ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന കിഫ്ബിയെ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോവുകയും കേരളത്തിന്റെ വികസനങ്ങൾ ഇല്ലാതാകുകയും അതുവഴി നമുക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്താം എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യക്തികൾ, അതായത് നമ്മൾ എടുക്കുന്ന കാര്യത്തിൽ ഇനി സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞു പോകാവുന്നതാണ്. അതിന് നമുക്ക് ഇനി അടുത്ത സമയത്ത് അത് കൂടെ പറഞ്ഞു പോകാവുന്നതാണ്. ഇപ്പൊ കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണ്. ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സൂചന വന്നു. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണ്. CAG അത് കണ്ടെത്തിയിട്ടുണ്ട്. ഒരിക്കലും CAG അത്തരത്തിൽ, അതായത് 293(1) പ്രകാരം പുറത്തു നിന്നുള്ള ഒരു വായ്പ എടുക്കാൻ വേണ്ടി കിഫ്ബിക്ക് അധികാരമില്ല എന്നാണ് CAG കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഭരണഘടനാ അനുച്ഛേദം 151(2) പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ടിൽ കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ CAGക്ക് അധികാരമില്ല. അതാണോ അതിന്റെ ഒന്നാമത്തെ പോയിന്റ്. അത് കൃത്യമായിട്ടും സർക്കാർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായിട്ട് സ്ഥാപിക്കാൻ സ്റ്റേറ്റിന് അധികാരമുള്ളപ്പോൾ, ആ സ്റ്റേറ്റിന് അധികാരത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആദ്യം സ്ഥാപിക്കണം. എന്നാൽ ഓക്കെ, ഈ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇപ്പോൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാം. അപ്പോൾ ഇത്തരം ഭരണഘടനാപരമായിട്ടുള്ള സ്റ്റേറ്റിനുള്ള അധികാരം വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കിഫ്ബി. ഇവിടെ 293(1) പ്രകാരം സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിദേശ വായ്പ എടുക്കാൻ പാടില്ല. ഓക്കെ, അത് കൃത്യമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ വ്യക്തികൾക്ക്, കമ്പനികൾക്ക്, ചാരിറ്റി ട്രസ്റ്റ്, അതുപോലെ ബോഡി ശരി. പക്ഷേ ഇവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. 293(1) അനുസരിച്ച് അതിൻ്റെ ലിമിറ്റ്സ് മറികടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വിമർശനവും CAGയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശ്രീ അജികുമാർ, വായ്പ എടുക്കുന്നു, ചിലവഴിക്കുന്നു, ഉദ്യോഗസ്ഥ വൃന്ദം അത് തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല പല പദ്ധതികളും പ്രാവർത്തികമാക്കാൻ ഏൽപ്പിക്കുന്നത് സ്വകാര്യ കമ്പനികളെയാണ്. അവിടെയാണ് ഈ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ സ്വകാര്യ കമ്പനികൾക്ക് മേൽ ഇതെങ്ങനെയാണ് ഇത്ര ഭീമമായ തുക നൽകി ഒരു വികസന പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്? ഒരു കണക്കുകളും അപ്പോൾ അവിടെ വരുന്നില്ല എന്ന് ഉള്ളത് തന്നെയല്ലേ ശരി? തീർച്ചയായിട്ടും ഇപ്പോ അവതാരിക പറഞ്ഞതുപോലെ തന്നെയാണ്. എനിക്ക് കഴിഞ്ഞ സമയത്ത് സമയം കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. നാൾ വഴി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയില്ല. ഈ ശ്രീ അനിൽ സാർ പറഞ്ഞത് അതിനകത്ത് തെറ്റുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പദവിയാണ് CAGക്കുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്യാം. അത് ഇപ്പൊ ചിദംബരം കേസ് പോലുള്ള സിറ്റുവേഷൻ ആകുകയാണെങ്കിൽ, അങ്ങനെ ആകാതിരിക്കട്ടെ, കിഫ്ബിയെ പറ്റി വിമർശിക്കുമ്പോൾ അത് ഇല്ലാതാകണം എന്ന മാനരസത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. ദയവായി അങ്ങനെ എടുക്കരുത്. കിഫ്ബി വരട്ടെ, പക്ഷേ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകണം. ഇപ്പൊ അവതാരിക ചോദിച്ചതുപോലെ
ഇതിന്റെ ഇത് ക്യാപിറ്റലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇത് മൂലധനമായി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ആ ഒരു സമയപരിമിതി കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഡയറക്റ്റ് കയറുന്നത്. നാളെ 65,000 കോടി രൂപയുടെ പ്രോജക്റ്റ് അപ്രൂവൽ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ അവാർഡഡ് സ്റ്റാറ്റസിലോ ഉണ്ട് കിഫ്ബിയിൽ. ഏതാണ്ട് 66,000 കോടി രൂപ തന്നെ ഈ കഴിഞ്ഞ 2-3 നമ്മളെ പൊതുകടം കൂടിയിട്ട് 3,44,000 കോടിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1,16,000 ആയിരുന്നത്. അപ്പൊ 2 ലക്ഷത്തിൽ പരം കോടി രൂപ പൊതുകടമായി ഓരോ വ്യക്തിയും 1 ലക്ഷം രൂപ ബാധ്യതയിലായി കഴിഞ്ഞ സ്ഥിതിക്കാണ് ഞങ്ങൾ ഈ വിമർശനം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിന്റെ വേറൊരു, ഇപ്പം അവതാരിക പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് ആളുകളെ പോലെ ഉള്ള ആയിരക്കണക്കിന് നിങ്ങളുടെ ബിനാമി കമ്പനികൾക്ക് നിങ്ങൾ അവാർഡ് അയക്കും. ജോബ് 80-20 ഈ 50-50 ആയിരുന്നു പാലാരിവട്ടം പോലെ UDF എങ്കിൽ നിങ്ങൾ 80% പാർട്ടിക്കാരും കൊണ്ടുപോകും, 20% ക്യാപിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ ഇതിന് വയബിലിറ്റി ഇല്ല. അതായത് ഇതൊരു പ്രോഫിറ്റ് മോട്ടോയിലാണ് ഇത് ചെയ്യുന്നത്. ശ്രീ അനിൽകുമാർ വിമർശനം കാര്യമായിട്ട് എടുക്കുക. ഇത് നിങ്ങളെയും എന്റെ തലമുറയെ ബാധിക്കുന്ന കാര്യമാണ്. പിണറായി വിജയൻ സാറ് പറയും, അല്ലെങ്കിൽ അവരുടെ കുടുംബം പറയും എനക്കറിയില്ല എന്ന പൊതു തത്വം പറഞ്ഞാൽ ഇതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റത്തില്ല. പ്ലീസ്, ഇത് ഞങ്ങൾ വിമർശിക്കുന്നത് ഞങ്ങളുടെ കൂടെ ടാക്സ് പേയേഴ്സ് ആയതുകൊണ്ടാണ്. അങ്ങനെ എടുക്കുക. നിങ്ങളുടെ പാർട്ടി ഗ്രാമത്തിലെ രീതിയിലല്ല ഇതിന് ആൻസർ പറയേണ്ടത്. ഞാൻ പറയാം, ഈ 66,000 കോടി രൂപ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റ് വാല്യൂവിലോ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വാല്യൂ കൺവേർട്ട് ചെയ്യപ്പെട്ട് നാളെ മറ്റൊരു ലോൺ എടുക്കാൻ സർക്കാരിന്റെ ആസ്തിയായിട്ട് ഇത് മാറും. ഈ 80% രൂപയും, അതായത് ഒരു 1000 കോടി രൂപയുടെ വർക്ക് നടക്കുകയാണെങ്കിൽ 800 കോടി രൂപയും നിങ്ങളെ പാർട്ടിക്കാർ വിദേശത്ത് കൂടെ കൊണ്ടുവന്ന് വീണ്ടും ഫെമയും ഇതൊന്നും നോക്കാം, RBI റെഗുലേഷനും നോക്കാതെ നിങ്ങളുടെ ബിനാമികളെ കൊണ്ടുവന്ന് നിങ്ങളുടെ കേരളം തന്നെ നിങ്ങൾ പണ്ട് 45-ല് മാവോ ചൈനയിൽ ചെയ്ത ഏകാധിപത്യം 88-ല് ടിയാനൻമെയർ സ്ക്വയറിൽ കൊണ്ടുവന്ന പോലെ പിണറായി വിജയൻ അതിന് ആക്കം കൂട്ടൂല എന്ന് യാതൊരു വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ പറയാണ്, ഇത് പറയുന്നത്, വിമർശനം പറയുന്നത് എന്താണെന്ന് കേൾക്കുക. നിങ്ങളുടെ പാർട്ടിക്കാർ, നിങ്ങളുടെ ഈ സാധാരണ പ്രവാസി ലോകത്തുള്ള പ്രവർത്തകർക്ക് പോലും അറിയാത്ത ഒരു ഒളിച്ചു കടത്തൽ ഇതിനകത്തുണ്ട്. ദയവായി കേൾക്കുക, എന്നെ ശ്രമിക്കുന്നവർ കേൾക്കുക. നാളെ നമ്മൾ കരയും. അതായത് അത്രയ്ക്ക് ബാധ്യത പോവും. ഈ ചെയ്തു എന്ന് പറയുന്ന വർക്കുകൾ, റോഡ്, ഹോസ്പിറ്റൽ, സ്കൂൾ, ഇതെല്ലാം 20% ഫിക്സഡ് അസറ്റ് വാല്യൂ ഡിമിനിഷ് ചെയ്യും ഓരോ വർഷവും. 5 വർഷം കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി ഇല്ല അതിന്. ഈ ഇൻവെസ്റ്റേഴ്സിന് 10% നിങ്ങൾ പ്രോഫിറ്റ് കൊടുക്കണം. ഡിവിഡന്റ് ഷെയർ, ഡിവിഡന്റ് ആണ്, ഇൻട്രസ്റ്റ് അല്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. 3 ലക്ഷം മുതൽ മുടക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പ്രവാസിയും അല്ല ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ തന്നെ സർക്കാരിന്റെ, ഞാനൊരു ഉദാഹരണം പറയാം. 6,000 കോടി രൂപ പ്രധാനമന്ത്രി വന്ന് കൊച്ചിയിൽ ഇനാഗുറേഷൻ ചെയ്ത് സർക്കാരിന് സമ്മാനിച്ചിട്ട് പോയ 6,000 കോടി രൂപയുടെ പദ്ധതി നിങ്ങളുടെ ഈ പ്രോജക്റ്റ് നിങ്ങൾ അവാർഡാക്കിയിട്ടുണ്ട്. നിങ്ങൾ കിഫ്ബി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV ഉപയോഗിച്ച് നിങ്ങളാണ് ആ പ്രോജക്ട് ചെയ്യുന്നത്. നിങ്ങൾ അത് നിങ്ങളുടെ പേരിലാക്കി. 6,000 കോടി രൂപയുടെ കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അത് നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞാൻ വിമർശനം പറയുന്നത് പോട്ടെ, ഞാൻ ഇനി ഒരു നല്ല സജഷൻ പറയാം. ഈ കിഫ്ബി ജനകീയമായി ഓഡിറ്റ് ചെയ്യാൻ വിടാതിരുന്നാലുള്ള പ്രശ്നത്തെ പറ്റി ഞാൻ പറയാം. ഒരു വേൾഡിൽ നടന്ന ഒരു ഉദാഹരണം, മീന റീജിയനിലെ, അതായത് ഒരു ശത്രു രാജ്യം വന്ന ബിനാമികളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഒരു രാജ്യത്ത് നടന്നതാണ്, ഒരു ബാങ്കിനെ കൊണ്ട്. ആ മേഖല മൊത്തം അവരുടെ പരിധിയിലാക്കി ലോൺ കൊടുത്ത് അവരുടെ ജനങ്ങളെ കൊണ്ട് വാങ്ങിച്ചിട്ട് ആ റീജിയൻ അവരെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം 5 വർഷം കഴിഞ്ഞാണ് അവിടുത്തെ യഥാർത്ഥ ഭരണാധികാരികൾ അറിയുന്നത് തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന്. ആ ബാങ്കിനെ പിന്നെ ക്യാൻസൽ ചെയ്ത് മീന റീജിയനിലെ ഒരു രാജ്യം. ഇത് ഞാനൊരു വേറൊരു ജൂറിസ്ഡിക്ഷനിൽ ഇരിക്കുന്നുണ്ട്, അതിന്റെ രാജ്യങ്ങളോ ആ ബാങ്കിന്റെ പേരോ പറയുന്നില്ല. പക്ഷെ അതുപോലെ എന്റെ തലമുറയെ നിങ്ങൾ വലിച്ചുകൊണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുണ്ട്, എനക്കറിയില്ല കടക്ക് പുറത്ത്. ഇത് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ശരി, വരുന്ന തലമുറ ഈ കിഫ്ബിയുടെ ഈ ഏകാധിപത്യ സ്വഭാവം, ഇത് വെള്ളാനയല്ല, ഒറ്റയാനായ ഒരു വെള്ളാനയാണ്, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വെള്ളാനയാണ്. ഇതിനകത്ത് ഉദ്യോഗസ്ഥരെ, നല്ല ഉദ്യോഗസ്ഥരെ പോലും ഇതിനകത്ത് കരുവാക്കിയിട്ടുണ്ട്. ശ്രീ KM എബ്രാഹിം എന്ന് പറയുന്ന അത്ര പരിണിതപ്രജ്ഞനായ അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം പോലും അതിന്റെ ഫ്രണ്ടിൽ കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യാണ്. അദ്ദേഹം ഈ ഹിഡൻ അജണ്ടകളൊക്കെ അറിഞ്ഞിട്ടാണോ അതിനകത്ത് ഡ്രൈവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഇതിന് ജനങ്ങളെ പറ്റിക്കുന്ന ഇത് ആസ്തി വികസനമായിട്ട് മാറില്ല. അനിൽ വിമർശിക്കുമ്പോൾ നിങ്ങൾ പറയൂ,
നിങ്ങൾ 60,000 കോടി രൂപ ചിലവാക്കുന്നു. 60,000 കോടി രൂപയുടെ ആസ്തിയായിട്ട് അത് കൺവേർട്ട് ചെയ്യൂ? ഇല്ല. പിന്നെ ഇത് ഒരു പ്രോഫിറ്റ് മോഡലിലാണ് ചെല്ലുന്നതെങ്കിൽ ഇതിന്റെ റെന്റ് അല്ലെങ്കിൽ ഇതിന്റെ റിട്ടേൺസ് സർക്കാരിലേക്ക് വന്നാലല്ലേ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റൂ. അതെ ശ്രീ അജികുമാർ, സമയ പരിമിതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ബിനു കുന്നന്താനത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബിനു, ഇത്തരത്തിൽ 100 കണക്കിന് പ്രോജക്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു, സഹസ്ര കോടികളുടെ നിക്ഷേപം കാണുന്നു, അതുമാത്രമല്ല അത്രയത്ര ഇൻവെസ്റ്റ്മെന്റും കാണിക്കുന്നുണ്ട് സർക്കാർ. പക്ഷേ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനടക്കം ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഇപ്പോൾ കേരള സർക്കാരിന് ഉള്ളത്. ഇത് തിരിച്ചടയ്ക്കാനുള്ള പാങ്ങ് കേരള സർക്കാരിന് ഉണ്ടാകുമോ? വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഈ ഇത്രയധികം ഭീമമായ തുക ശേഖരിക്കുന്നത് വഴി ഇതിന്റെ വിനിയോഗ രീതി സുതാര്യമല്ലാതാകുന്നത് വഴി ഇതെങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. വളരെ പെട്ടെന്ന് ശ്രീധറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇതിന്റെ അകത്ത് ഈ കിഫ്ബിയെ ബ്ലെയിം ചെയ്യുന്ന അങ്ങനെ ഒരു സംവിധാനമല്ല. അതെ, നടക്കുന്ന കാര്യത്തെ പറ്റി പൊതുജനങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം കിഫ്ബിയെ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് ബ്ലെയിം ചെയ്ത് ഇത് രണ്ട് കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നമാണെന്ന്. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന ഒരു തീപ്പെട്ടി മേടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ്, അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം മേടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ്, ഈ ടാക്സിൽ നിന്നൊക്കെയാണ് ഇത് തിരിച്ചടക്കേണ്ടത്. ഇത് 2022 മുതൽ തിരിച്ചടയ്ക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ തുകയാണ്, നമ്മൾ അടയ്ക്കുന്ന കാശാണ്, അതുകൊണ്ടാണ് തിരിച്ചടക്കേണ്ടത്. അതുകൊണ്ട് അനാവശ്യമായി വിനിയോഗിക്കുമ്പോൾ, അനാവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം ബഹുമാനപ്പെട്ട അയ്യകുമാർ പറഞ്ഞതിന്റെ കൂട്ട് സ്വന്തക്കാരും ബന്ധക്കാരും ഈ ഒരാളെങ്കിൽ പോലെയുള്ള സൊസൈറ്റികൾക്ക് യാതൊരു ഇതുമില്ലാതെ അവർ കൊടുക്കുന്ന രീതിയിൽ ടെൻഡറും ഉണ്ടാക്കി പദ്ധതികൾ കൊടുക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചടക്കേണ്ട കാശാണ് എന്നുള്ള ബോധ്യത നമുക്കുണ്ടാകണം എന്ന ബോധം കൃത്യമായി കഴിഞ്ഞ നിങ്ങൾക്ക് കേരളത്തിൽ ഇപ്പം ബഹുമാനപ്പെട്ട അനിൽകുമാർ പറഞ്ഞു കേരളത്തിലെ റോഡുകളെല്ലാം അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാ മണ്ഡലത്തിലും ഫണ്ടുകളെല്ലാം കിട്ടുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നും ഹൈക്കോടതിയിലെ ജഡ്ജി ബഹുമാനപ്പെട്ട ശ്രീ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ PW ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർമാരോട് പണി അറിയത്തിന് പോയി മാറിയിരിക്കെ വേറെ സംവിധാനം നമുക്ക് ഉണ്ടാക്കാവുന്നത്. ഇവിടെ PW ഡിപ്പാർട്ട്മെന്റിന് പുറത്താണ് ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ പണിത്, ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ പോലെ തന്നെ പിള്ളേർ പഠിച്ച് മിടുക്കന്മാരായ പിള്ളേർ കടന്നു വരികയാണ്. പക്ഷേ ഈ കെട്ടിടമുണ്ട്, കെട്ടിടത്തിൽ കയറിയുന്ന ബാച്ച് അനുവദിക്കുന്നില്ല. ബാച്ച് അനുവദിക്കാതെ എങ്ങനെ പിള്ളേർ പഠിക്കുന്നത്? ഇതിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയെ ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇതിന്റെ അകത്ത് സുതാര്യമായ ഓഡിറ്റിംഗ് നടത്തണം. സുതാര്യമായ ഓഡിറ്റിംഗ്, ഇതിന്റെ അകത്ത് വരുന്ന ഓരോ ഫണ്ടും എവിടെ നിന്നാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞാൽ മതിയാകത്തുള്ളൂ. ബോണ്ടാണ് എന്നും പറഞ്ഞ് നിങ്ങൾ ലണ്ടനിൽ പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണി അടിച്ചു കഴിഞ്ഞപ്പോൾ വരുന്ന തുകയെല്ലാം ആരെങ്കിലും കൊണ്ടിടുന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൈയെഴുതാൻ സാധിക്കത്തില്ല. ഇവിടെ വരുന്ന തുക ഇത് ബിനാമി പേരുകളിൽ വരുന്ന തുകയാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട്. അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ് ബിനു. ശ്രീധറിലേക്ക് കൂടി പോവുകയാണ്. അവസാനമായി വളരെ പെട്ടെന്ന് മറുപടി പറയണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീധർ, ഇത് പറഞ്ഞതുപോലെ മസാല ബോണ്ടാണ് സർക്കാരിന് കൂടുതൽ താല്പര്യം. സാധാരണക്കാരായ നികുതിദായകരുടെ കാര്യം ശ്രദ്ധിക്കുന്നേയില്ല എന്ന് തോന്നുന്നു പലപ്പോഴും ഈ മസാല ബോണ്ടുകളുടെ വരവിൽ കാണുമ്പോൾ. അത്ര ഭീമമായ തുകയാണ് വരുന്നത്. ഇതിനി തിരിച്ചടക്കേണ്ട ബാധ്യതയുമുണ്ട്. ഖജനാവ് കാലിയാണ് എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ നികുതിദായകർ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഇത് തിരിച്ചടയ്ക്കുന്നത്. ശരിക്കും ഉള്ള ഒരു അനുമാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ മാറ്റിവെക്കാം, ആരെയും പഴിചാരണ്ട. പക്ഷേ കിഫ്ബി എന്നുള്ളത് കൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന വികസനം യാഥാർത്ഥ്യമായോ, അതോ ഇതൊരു വലിയ ഭീമമായ ഒരു ബാധ്യതയായി കേരളത്തിന് മാറിയോ എന്ന് വേണം ഈ കണക്കുകളിലൂടെ, ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ നമുക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത്. ശ്രീധർ, താങ്കൾ പറഞ്ഞതാണ് കറക്റ്റ്. ഈ മസാല ബോണ്ട്, എല്ലാ ബോണ്ടും പറഞ്ഞ് വലിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഫണ്ടിനും നമ്മുടെ രാജ്യത്ത് തന്നെ കളക്ട് ചെയ്തെടുക്കുന്ന ഫണ്ടിനൊക്കെ ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞ സാധനം കമ്പൽസറി ആണ്. ഇത് സാധാരണക്കാർ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് ഒരു ഡെമോക്രസിയിൽ. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇതിന് CAG കൊണ്ട് ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഫണ്ട് എവിടെ നിന്ന് വരുന്നു, അതിന്റെ ട്രാൻസ്പെറൻസി ഉണ്ടോ, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെയും ഒരു രാജ്യത്തിന്റെയും സമ്പദ്ഘടനയ്ക്കും ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി ഇറ്റ് ഈസ് റിക്വയർഡ്. സാധാരണക്കാരന് ജനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ഗവൺമെന്റ് നോക്കണം. പിന്നെ ഒരു ബോർഡ് ഉണ്ടാക്കി സിയാൽ മോഡലിൽ കൊച്ചിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന എയർപോർട്ട് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഹോൾ വേൾഡ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോകോത്തര നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു എയർപോർട്ടാണ് സിയാൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ആരാ പണിത്? അപ്പം ഓരോ ഗവൺമെന്റിനും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും അതിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിമാരും MLA-മാരും, ഇപ്പൊ അനിൽ സാർ പറഞ്ഞ പോലെ തന്നെ MLA-മാര് MP-മാർ ദേ ആർ ഓൾസോ അക്കൗണ്ടബിൾ. ഈ MLA-മാർക്ക് അനുവദിക്കുന്ന ഫണ്ടും MP-മാർക്ക് അനുവദിക്കുന്ന ഫണ്ടും
ഒരു കാര്യങ്ങളൊന്ന് പറയാൻ സമ്മതിക്കുള്ളൂ. അതെ, തീർച്ചയായും സമയ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. കിഫ്ബി സംസ്ഥാന സർക്കാരിൻ്റെ പരാജയപ്പെട്ട മോഡൽ എന്ന വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. അതിന് കൂട്ടുനിൽക്കാൻ അനിയന്ത്രിതമായ വായ്പകളും തീരുമാനം ഏകപക്ഷീയമായ മറ്റൊരു സമാന്തര സംവിധാനത്തിനും പക്ഷേ ബാധ്യത പേറുന്നത് കേരളത്തിലെ ഭാവി തലമുറയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രവാസികൾ പറയട്ടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നന്ദി. നമസ്തേ.